ഉണ്ണി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് 2026 ഇറങ്ങി 18 നിലയിൽ പൊട്ടിയ കഥ തുടങ്ങുന്നത് കുറെ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് കമ്മീഷണറുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ പിടിക്കാനുള്ള പ്ലാനിംഗ് ആണ് ഇവർ ആസൂത്രണം ചെയ്യണത്. ഈ പോലീസുകാരെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടല്ല, എന്നാലും ഇവിടെ വെച്ചായിരുന്നു. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. 4ഓളം ലിസ്റ്റുകൾ വന്നിട്ട് പോലും ഇതിനെ തൂക്കി വലിച്ചെറിയാൻ എന്റെ ഇയാള് മറ്റേ സുരേഷ് ഗോപിയുടെ ശബ്ദം എന്റെയും ശബ്ദം എന്ന് പറഞ്ഞ സ്കീമറൊക്കെ ആളല്ലേ. ഭാഗ്യം പുള്ളിക്ക് പുള്ളിയുടെ സ്വന്തം ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നത്. ഈ പടത്തിൽ വേറെയാണ് ശബ്ദം. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തിന്നുമാറിയും നമുക്ക് ബാക്കി കഥയിലേക്ക് വരാം. തമിഴ്നാട്ടിൽ 2 ഇന്റർനാഷണൽ ഡോണുകളെ പിടിക്കാനാണ് ഇവർ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആളാണ് അണ്ടർടേക്കറിന് പനി പിടിച്ച മാതിരി ഇരിക്കണ രംഗ റെഡ്ഡി. രണ്ടാമത്തെ ആളാണ് ഈ സിനിമയിലെ കൊടൂര വില്ലൻ ലാൽ ചേട്ടൻ. സോറി, ഈ ലാലല്ല, വേറെ ലാലാണ്. എന്താണ് ഇവന്റെ തൊണ്ടയിൽ ഞണ്ടിരിക്കുക? സോറി ഗൈസ്, പുള്ളിയുടെ തൊണ്ടയിൽ ഞണ്ടിരിക്കതല്ല, പുള്ളി ഇതും വോയിസ് മോഡുലേഷൻ പിടിച്ചതാ ക്യാരക്ടറിന് വേണ്ടി. നല്ല വോയിസ് മോഡുലേഷൻ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് മറ്റത് ഓർമ്മ വരുന്നത്. എന്റെ പേര് മുകേഷ്. വെൽക്കം ടു ലാൽസ് മാഫിയ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു അമ്മച്ചിയും കൊച്ചും കൂടെ ചെന്നൈയിലേക്ക് വരുന്നത്. പിന്നെ ഇത് നായകന്റെ തള്ളയായിട്ട് അഭിനയിക്കുന്ന അമ്മച്ചല്ല, ഇതാണ് ഈ കഥയിലെ നായിക. ഈ ചേച്ചി തന്നെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. അല്ലാതെ വേറെ ആരും ഈ പേട്ടപ്പടം പ്രൊഡ്യൂസ് ചെയ്യൂല. അങ്ങനെ ഇവര് ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷക്കാരനടുത്ത് നിന്ന് ചോദിക്കും, പാരീസ് വരെ പോകണം, എത്ര രൂപയാണ്? അതായത് യൂറോപ്പിലുള്ള പാരീസ് അല്ലട്ടാ, തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള ഒരു പാരീസിലേക്ക് പോണ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഓട്ടോ ജ്യേഷ്ഠം പറയും 800 രൂപയാവുന്നു. എടാ 800 ഉണ്ടെങ്കിൽ നേരിട്ട് പാരീസിലേക്ക് പോയിട്ട് വരാല. പിന്നെ എങ്ങനെ ഇവിടെ റാപ്പിഡോ ഊബറും ഒക്കെ വളരാതിരിക്കും? ഇവന്മാർ ഈ വക പരിപാടിയാണ് കാണിക്കുന്നത്. 800 രൂപയ്ക്ക് 800 രൂപ കൊടുത്ത് തൊലയാന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയും മോളും ഇവന്റെ ഓട്ടോയിൽ കയറും. 800 രൂപ കൊടുക്കുന്നതിന് പോലെ ഇവൻ അമ്മച്ചിയും കൊച്ചിനെയും കൊണ്ട് ചെന്ന് ലാൽചേട്ടന്റെ അധോലോക സംഘത്തിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ബിരിയാണി വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അമ്മച്ചി അതിന് സമ്മതിക്കില്ല. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് താൻ ഏത് അടുപ്പിൽ വേണമെങ്കിലും പൊക്കളാൻ പറയും. അപ്പൊ നമ്മുടെ ഓട്ടോ ജ്യേഷ്ഠൻ ആര് കേട്ടാലും കരയുന്ന ഒരു കഥ പറയും. യവനും ഇവന്റെ ഭാര്യയ്ക്കും കുട്ടികളില്ല, അതുകൊണ്ട് ഭാര്യനെ ഇവൻ കുട്ടീനെ പോലെയാണ് നോക്കുന്നത്. ബിരിയാണി കൊണ്ടുവരാന്ന് അവരടുത്ത് വാക്ക് പറഞ്ഞു. ഇനി ബിരിയാണി കൊണ്ടുവരാതെ ചെന്ന് കഴിഞ്ഞാൽ അവക്ക് വിഷമാവും. അതുകൊണ്ടാണ് ഓസിന് ബിരിയാണി വാങ്ങാൻ ലാൽചേട്ടന്റെ അധോലോക സംഘത്തിലേക്ക് വന്നത്. ഇത് കേട്ടുടനെ നമ്മുടെ അമ്മച്ചി ആകെ ഇമോഷണൽ ആവും. ബിരിയാണി വാങ്ങിട്ട് വരാൻ சொல்லிட்டேன், ഇല്ലാതെ പോണാ പൊക്കിന് പോയിടുവാ. എടാ 800 രൂപ 2 കിലോമീറ്റർ ഓടുന്നതിന് വേണ്ടി വാങ്ങിച്ച നീ ഒരു 150 രൂപയ്ക്ക് ഒരു ബിരിയാണി വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ലടാ. ഓസിന് ബിരിയാണി വാങ്ങാൻ മാത്രടാ സെന്റിമെന്റ് ഫ്ലാഷ് ബാക്ക് അടിക്കണത്. ബ്ലാഡി ഫൂൾ. ചെവി മാത്രമല്ലടാ, നീ മൊത്തം അറിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ. ഇന്ന് നമ്മുടെ രംഗാറെഡ്ഡിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും കള്ളും ബിരിയാണിയും കൊടുക്കുന്നത്. അവിടെ നിന്ന് ഓസിന് ബിരിയാണി വാങ്ങാനാണ് നമ്മുടെ ഓട്ടക്കഴിവേറി ഇവിടെ വന്നത്. നമ്മുടെ ലാൽചേട്ടനെ രംഗാറെഡ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്മാര് കോൽക്കളിക്കാരന്മാര്. ഈ രംഗാറെഡ്ഡി ലാൽചേട്ടന്റെ അടുത്ത് പറയും, അണ്ണൻ ഈ മീശയും താടിയൊക്കെ വടിച്ചിട്ട് വാ, എന്നിട്ട് വേണം എനിക്ക് അണ്ണനെ പഴയതുപോലെ ഒന്ന് കാണാൻ. അപ്പൊ ലാൽചേട്ടൻ പറയും, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ പോയി മീശയും താടിയൊക്കെ വടിച്ചിട്ട് വരാന്ന്. ഈ സീൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഒരു ഐറ്റം ഡാൻസ് ആണ്. സാധാരണ സിനിമയിലൊക്കെ നടിമാരെ കൊണ്ടുവന്നാണ് ഐറ്റം ഡാൻസ് ചെയ്യിക്കാറ്. പക്ഷെ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ലാൽചേട്ടനാണ് ഐറ്റം ഡാൻസ് കളിക്കുന്നത്, അതും ബ്രസ്റ്റ് ഒക്കെ കാണിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ ലാൽചേട്ടന്റെ ഐറ്റം ഡാൻസ് കഴിഞ്ഞതോടെ നമ്മുടെ ഓട്ടക്കഴിവേറി അവിടെ വന്നിട്ട് ചോദിക്കും, അണ്ണ ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ ബിരിയാണി വന്നിരുന്ന് എനിക്ക് വീട്ടിൽ പോകാറുണ്ട്. ഇത് കേട്ട നമ്മുടെ ലാൽചേട്ടൻ ഞാൻ എന്താ ഇവിടെ കാറ്ററിംഗ് സർവീസ് നടത്തണമെന്ന് ചോദിച്ചിട്ട് ഇവനെ പിടിച്ച് നല്ല ഇടിയിടിക്കും. അയ്യോ അമ്മ കുത്തിവിട്ടാടാ. ഓട്ടക്കാരൻ പോയിട്ട് 2-3 മണിക്കൂറായിട്ട് ഇവനെ കാണാനില്ലെന്ന് കണ്ട നമ്മുടെ അമ്മച്ചി നേരെ അധോലോകത്തിന്റെ ഗേറ്റും തുറന്ന് അധോലോകത്തേക്ക് കിടക്കണേണ്. അമ്മച്ചി ഡോറും തുറന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ എല്ലാവരും കൂടെ പുതിർത്തല്ലുന്നു. ഇത് കണ്ട അമ്മച്ചി ഓടി വന്ന് എല്ലാത്തിനെയും തോളുകൊണ്ട് തട്ടിയിടും. എടാ നീയൊക്കെ ശരിക്കും ഗുണ്ടകളാണ്, അതാ ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്ന. ആ അമ്മച്ചി ലൈറ്റ് ആയിട്ടൊന്ന് തോളു വിളിച്ച് തട്ടിയപ്പോ തന്നെ എല്ലാം താഴ്ത്തി വീണല്ല. അമ്മച്ചി ഗുണ്ടകളൊക്കെ തട്ടിയിട്ട് കണ്ട നമ്മുടെ ലാൽച്ചേട്ടൻ പറയും, ഇവളെ പിടിച്ച് അകത്ത് കണ്ടെയ്നറിനകത്ത് പൂട്ടിയിടാൻ. ഇത് കേട്ട ഉടനെ ഒരു 5-6 പേര് ഓടി വന്നിട്ട് അമ്മച്ചീനെ പിടിച്ച് കണ്ടെയ്നറിനകത്ത് കയറ്റും. അമ്മച്ചീനെ കണ്ടെയ്നറിനകത്ത് കയറ്റി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇതേ അമ്മച്ചിയുടെ കൊച്ചു നടന്നു വന്നു. മിസ്റ്റർ ലാൽചേട്ടൻ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നേ ചോദിക്കാവുള്ളൂ, താൻ അധോലോകമാണ് നടത്തുന്നത് അത് സത്രമാണ് നടത്തുന്നത്? ആദ്യം ഒരു ഓട്ടക്കാരൻ വന്ന്, പിന്നെ അമ്മച്ചി വന്നു, പിന്നെ അമ്മച്ചിയുടെ കൊച്ചു വന്ന്. ഇതേ കുള്ളസങ്കരത്തിനൊന്നും യാതൊരു വില ഇല്ലടി നാട്ടില്. നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. അമ്മച്ചയും കൊച്ചിനെയും കണ്ടെയ്നറിന്റെ അകത്ത് കയറ്റിയെങ്കിലും
അമ്മച്ചി അവിടെ ഉള്ള പ്ലേറ്റ്, പാത്രം, സ്പൂണ്, മുളക് പൊടി എല്ലാം വെച്ച് ഇവന്മാരെ ഇടിക്കും. എടാ ലാൽചേട്ടാ, നീ ശരിക്കും കാറ്ററിംഗ് സർവീസ് നടത്തുന്നതാണ്. കാരണം കാറ്ററിംഗ് സർവീസിനുള്ള സകല സാധനങ്ങളും അവന്റെ അകത്തുണ്ട്. അമ്മച്ചി ഗുണ്ടകളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഒരു ഹീറോയിക് പോസിൽ നിൽക്കും. അയ്യന്റെ മോനെ വില്ലന്മാരെയൊക്കെ ഇടിച്ചു നിരത്തിയ ശേഷം നമ്മുടെ അമ്മച്ചി അവിടുന്ന് സ്ഥലം വിടും കൊച്ചിനെ കൊണ്ട്. അങ്ങനെ അമ്മച്ചിയും കൊച്ചും കൂടെ ഓടിത്തളർന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ ഇടയ്ക്ക് വരും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളെ അവന്മാര് ദ്രോഹിക്കുന്നതൊക്കെ ഒളിച്ചെന്ന് കണ്ട് ഇപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന്. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ ഓട്ടോ കഴിവേറി അവിടെ ഉള്ള ബിരിയാണിയും മദ്യവും ടച്ചിങ്സും ഒക്കെ അടിച്ചു മാറ്റും. ഈ പാണ്ടിക്കരിമ്പാറനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മച്ചി ഇത്ര റിസ്ക് എടുത്തെന്ന് ആലോചിക്കണം. ഇവൻ അതൊന്നും അന്വേഷിക്കാണ്ട് ബിരിയാണിയും ടച്ചിങ്സും ഒക്കെ മോഷ്ടിക്കാൻ നിൽക്കണം. പാണ്ടിക്കരിമ്പാറ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അമ്മച്ചിയും പോലീസുകാരൻ രക്ഷപ്പെട്ടു പോണതിന്റെ ഇടയ്ക്കാണ് അമ്മച്ചിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അമ്മച്ചിയുടെ കയ്യിലുള്ള ബാഗ് കാണാനില്ല. അപ്പൊ അമ്മച്ചി പറയും, അമ്മച്ചിയുടെ ബാഗ് ഇല്ലാണ്ട് അമ്മച്ചിക്ക് പോകാൻ പറ്റില്ല, അമ്മച്ചിക്ക് ഉടനെ ബാഗ് എടുക്കാൻ തിരിച്ചവിടെ പോകണമെന്ന്. ഈ സീൻ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോട്ടെ, കാരണം ക്ലൈമാക്സിലേക്കുള്ള വൻ ട്വിസ്റ്റ് ഈ ബാഗ് വെച്ചാണ്. അപ്പോൾ അതേ ഓട്ടോ കഴിവേറി ഓട്ടോ ഇട്ട് വരുന്നു. എന്നിട്ട് ഈ ഓട്ടോ കഴിവേറിയും പോലീസുകാരനും അമ്മച്ചിയും കൊച്ചും കൂടെ ചേർന്ന് വീണ്ടും കൊള്ളസങ്കേതത്തിലേക്ക് പോവാണ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാണ്, ലാൽചേട്ടന്റെ കൊള്ളസങ്കേതം എന്താണ്, പല സത്രമാണ് ഇടയ്ക്കിടയ്ക്ക് കയറി ചെല്ലാനായിട്ട്. അങ്ങനെ പോലീസുകാരനും അമ്മച്ചിയും കൂടെ ചേർന്ന് കണ്ടെയ്നറിൽ ബാഗ് അന്വേഷിച്ചു പോകും. പോകാൻ നേരത്ത് അമ്മച്ചി പ്രത്യേക ഈ ഓട്ടോ കഴിവരെടുത്ത് പറയും, കൊച്ചിനെ നോക്കണം, എവിടെയും പോരുത്, ഇവിടെ തന്നെ നിൽക്കണമെന്ന്. പക്ഷെ ഈ ഓട്ടോ കഴിവർക്ക് ചെറിയ കഴിയൊന്നുമല്ല, വലിയ കഴിയാ. എന്നിട്ട് ഇവൻ കൊച്ചിനെയും കൊണ്ട് സർക്കിട്ടിന് ഇറങ്ങും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അങ്ങനെ ഒരു സർക്കിട്ടിന്റെ ഇടയ്ക്ക് ലാൽചേട്ടന്റെ ആള് പൊക്കിളിന് ഇട്ട് വരും. ഇത് കണ്ട് നമ്മുടെ ഓട്ടോ കഴിവരി കൊച്ചിനെ പിടിച്ച് കാട്ടൺ ബോക്സിലിട്ട് മൂടി വെക്കും. എന്നിട്ട് ഇവനെ വേറൊരു കാട്ടൺ ബോക്സിൽ കയറി ഒളിച്ചിരിക്കും. ആ പൊക്കിളിൻ കൊണ്ടുവന്നവൻ കറക്റ്റ് ആയിട്ട് ആ കൊച്ചിരിക്കുന്ന കണ്ടെയ്നർ തന്നെ തൂക്കി നേരെ ലാൽചേട്ടന്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. ഓട്ടോ കഴിവരെടുത്ത് എനിക്കൊന്നും പറയാനുള്ളൂ, നിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചതിന് നീ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ലാൽചേട്ടന്റെ ബോസായ മിസ്റ്റർ ഖാൻ ലാൽചേട്ടനെ കാണാനായിട്ട് ഗോഡൌണിലേക്ക് വരാന്ന് പറയുന്നത്. ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവൻ ലാൽചേട്ടനെ കാട്ടി വലിയ മണ്ടൻ, ലോകപൊട്ടനാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ലാൽചേട്ടനെയൊക്കെ വിശ്വസിച്ച് ഇത്രയും വലിയ അധോലോകം കൊടുക്കുമോ? വാരണവനും പോന്നവനും ഓട്ടക്കാരനും കൊച്ചും എല്ലാം കൂടെ കയറി ഇറങ്ങുന്ന ഒരു അധോലോകം. അതിന്റെ ഇടയ്ക്ക് ബാഗ് അന്വേഷിച്ചു പോയ നമ്മുടെ പോലീസുകാരനെ ലാൽചേട്ടന്റെ ഗുണ്ടകളൊന്ന് പിടിക്കും. പക്ഷെ നമ്മുടെ അമ്മച്ചി അതിവിദഗ്ധമായിട്ട് ഗോലിസോട് എറിഞ്ഞ് പോലീസ് മാമനെ രക്ഷിക്കും. അമ്മച്ചി അധോലോകത്ത് കയറി വന്നിട്ട് ലാൽചേട്ടന്റെ ഗുണ്ടകളൊക്കെ പഞ്ഞിക്കിട്ടാരും ലാൽചേട്ടൻ അറിയും. അത് മാത്രമല്ല, അമ്മച്ചിയുടെ ബാഗ് അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നും ലാൽചേട്ടൻ മനസ്സിലാക്കും. ലാൽചേട്ടൻ അപ്പൊ തന്നെ കൂടുള്ള കാറ്ററിംഗ് സർവീസുകാർക്ക് പറയും, അമ്മച്ചി ബാഗ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി മുന്നേ പോയി ബാഗ് കണ്ടുപിടിച്ചിട്ട് വരാൻ. സാധാരണ നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് ഒരു സാധനം കളഞ്ഞു പോയാൽ നമ്മൾ എന്താ ചെയ്യുക? അത് കളഞ്ഞു പോയ സ്ഥലത്ത് അന്വേഷിക്കും. ഉമാർക്ക് അറിയാം കണ്ടെയ്നറിനകത്താണ് ബാഗ് കളഞ്ഞു പോയെന്ന്. എന്നിട്ട് ഉമാർ കണ്ടെയ്നറിന്റെ അകത്ത് അന്വേഷിക്കാണ്ട് കണ്ടെയ്നറിന്റെ പുറത്ത് ടോർച്ച് അടിച്ച് കളിക്കണ ഉമാര്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് വിനീത്, അവൻ്റെ അടുത്ത് എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞാൽ അവൻ പണിയെടുക്കണവർക്ക് അഭിനയിക്കും. അതാണ് ഇവിടുത്തെ കാറ്ററിംഗ് സർവീസുകാർ. കാറ്ററിംഗ് സർവീസുകാർ ബാഗ് തപ്പുന്നതിന്റെ ഇടയ്ക്ക് അറിയാണ്ട് അമ്മച്ചിയുടെ കൊച്ചിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവന്മാർ ലാൽചേട്ടന് കൊച്ചിനെ കൈമാറും. എന്നിട്ട് ലാൽചേട്ടന്റെ ഹസ്കി വോയിസിൽ അമ്മച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. നീ ഇപ്പൊ വന്നില്ലെങ്കിൽ നിന്റെ കൊച്ചിനെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അമ്മച്ചി കീഴടങ്ങും വന്നപ്പോ ചീന ഇവന്മാര് മൂന്നരും കൂടെ അടിച്ചുറക്കും. എന്നിട്ട് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നാട്ടിലുള്ള ഡോൺസിനൊക്കെ അയച്ചു കൊടുക്കും, ഇത് ആരാണെന്ന് അറിയാനായിട്ട്. വല്ല ജയിലറിലെ വിനായകൻ രജനീകാന്തിനെ കണ്ടുപിടിക്കാൻ നടക്കണം. ഇതിന്റെ ഇടയ്ക്കാണ് ലാൽചേട്ടന്റെ ഗോഡൌണിലുള്ള പേപ്പർ ബോംബ് പൊട്ടണത്. പേപ്പർ ബോംബ് പൊട്ടി ലാൽചേട്ടന്റെ ശ്രദ്ധ മാറുമ്പോ നമ്മുടെ അമ്മച്ചി എണീറ്റ് നിന്നിട്ട് അവിടുന്ന് ഒരു ചെറിയ മെഴുകുതിരി എടുത്ത് ഗോഡൌണിന്റെ നേർക്ക് എറിയും. അപ്പൊ ഗോഡൌണിന് മൊത്തം തീ പിടിക്കും. എടാ ലാൽചേട്ടാ, നീ തെർമോക്കോള് കൊണ്ടാണ് അവിടെ അധോലോകം ഉണ്ടാക്കിയേക്കണത്, ബ്ലാഡി ഫുൾ. എന്നിട്ട് അമ്മച്ചി നമ്മുടെ രംഗറാവുവിനെ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ ഇടിച്ച് തെറിപ്പിക്കും. എടാ ഇറച്ചിക്കോഴി കണക്ക് ഇത്രയും മസിൽ വെച്ചിട്ടാണ് ആ പെണ്ണുമ്പിള്ളേരെ നീടി വാങ്ങണത്, നിനക്കൊക്കെ നാണല്ലടാ, നീക്കൊരു ഡോണാണടാ. അത് മാത്രമല്ല, നമ്മുടെ കാറ്ററിംഗ് സർവീസുകാരൻ ലാൽചേട്ടനെയും കാൻസാറിനെയും പിടിച്ച് നല്ല ഇടിയിടിക്കും അമ്മച്ചി. കാൻസാറിന്റെ കാര്യമാണ് കഷ്ടം, അമ്മച്ചി ഇടിച്ച് ഇടിയിൽ നേരെ തീയിൽ വീണ് ഗ്രില്ലായി മരിക്കും. അവസാനം നമ്മുടെ അമ്മച്ചി ലാൽചേട്ടനെ വടിവേലുവിനെ കോവൈസാറിൽ അടിക്കണക്ക് ചാടി പറന്നടിക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ അമ്മച്ചിനെയും കൊച്ചിനെയും രക്ഷിക്കാനായിട്ട് ഓട്ടക്കാരൻ ഓടി വന്നപ്പോഴത്തേക്ക് അവന്റെ കൈ വെട്ടുവിട്ടവന്മാര്. അത് സിനിമയിൽ കാണിക്കുന്നില്ല, വഴി കഥയാണത്. അവസാനം പോലീസുകാരൊക്കെ വന്നിട്ട് നാഗറെട്ടിനെയും ലാൽചേട്ടനെ അറസ്റ്റ് ചെയ്യും. പോവാൻ നേരത്ത് ലാൽചേട്ടൻ സംബന്ധമില്ലാത്തൊരു പഞ്ച് ഡയലോഗ് അമ്മച്ചി എടുത്തടിച്ചിട്ട് പോകും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. അമ്മച്ചി ഇത്ര നേരം തേടിക്കൊണ്ടിരുന്ന ബാഗിന്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിനു മുന്നേ നിങ്ങൾ മറ്റൊരു കാര്യം അറിയണം. നമ്മുടെ അമ്മച്ചി സാധാ അമ്മച്ചില്ല, നമ്മുടെ അമ്മച്ചി ഒരു പട്ടാളക്കാരിയാണ്. അമ്മച്ചിയുടെ ബാഗിന്റെ അകത്തുണ്ടായിരുന്നത് പട്ടാള യൂണിഫോമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ പടത്തിന് ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടെന്നാണ് ടൈലന്റിൽ കാണിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ പോകുന്നു. ബൈ ബൈ.